ഇന്ന് ബേക്കിംഗ് സ്റ്റോറിയുടെ 5th പാർട്ടാണ്. അങ്ങനെ ഫസ്റ്റ് കേക്ക് ഡെലിവറി ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട്. ആ ഫോട്ടോ കണ്ടിട്ട് എൻ്റെ നൈബർ എനിക്ക് കേക്കിന് ഓർഡർ തരികയും ചെയ്തു കേട്ടോ. അങ്ങനെ ആ കേക്ക് ഉണ്ടാക്കിയിട്ട് ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടാണ് കേട്ടോ കേക്കിൻ്റെ ഓർഡറൊക്കെ എടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഓർഡറൊക്കെ വന്ന് സെറ്റ് ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ വീണ്ടും കൺസീവ് ആയി. അപ്പം പിന്നെ സാധാരണ പോലെ തന്നെ ഞാൻ ഫുൾ റെസ്റ്റായി, പിന്നെ ബേക്കിംഗ് ഒക്കെ നിർത്തിവെച്ച്. പക്ഷെ അതും എനിക്ക് പഠിച്ചോ മതിച്ചിട്ടില്ല ഇനിയും തോന്നുന്നുണ്ട് കേട്ടോ. ഞാനൊരു 2 month ആയപ്പോഴത്തേക്കും എനിക്കത് മിസ്കാരേജ് ആവാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വീണ്ടും ബേക്കിങ്ങിലോട്ട് തന്നെ വന്ന് ആ ഒരു ഗ്യാപ്പിനിടയിൽ തന്നെ കുറച്ച് ആളുകളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഒരു കേക്ക് ചെയ്യുന്ന കാര്യം. ഈ ഒരു കേക്കിൻ്റെ ഓർഡറൊക്കെ എനിക്ക് വല്ലപ്പോഴല്ലേ കിട്ടുന്നുള്ളൂ. അപ്പം അതിനിടയ്ക്കാണ് ഞാൻ ഒരു കോഴ്സിന് ചേർന്നിട്ട് അങ്ങനെ പഠിക്കാൻ പോവുകയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അങ്ങനെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ഉണ്ടെന്ന് അറിഞ്ഞത്. കൂടെ പഠിക്കുന്നവർക്കൊക്കെ അറിയാനും കേട്ടോ ഞാനൊരു ഹോം ബേക്കർ ആണെന്നുള്ളത്. അങ്ങനെ എനിക്കൊരു ഓർഡർ കിട്ടുകയും ചെയ്തത്. ഇനി ബാക്കി അടുത്ത പാട്ടായിട്ട് പറയാം.